LF ആശുപത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ഒരു സ്വന്തം സ്ഥാപനം എന്ന ഒരു ചിന്തയാണ്. അങ്കമാലിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്കമാലിക്കാരുടെ സ്ഥാപനമാണ്, നമ്മുടെ സ്ഥാപനമാണ്, നമ്മുടെ ആശുപത്രിയാണ്. ഇപ്പോൾ ആ ഒരു ഫീലിൽ തന്നെയാണ് ഈ കാലം അത്രയും ഈ സ്ഥാപനം LF-ഉമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇവിടേക്ക് കടന്നു വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ പൊതുവിലുള്ള സ്വീകരണ പരിപാടികൾ പല സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ ആളുകൾ വിളിക്കുന്നുണ്ട് എങ്കിലും എല്ലായിടത്തും ഇതുവരെ എത്തിച്ചേരാൻ സമയം കൊടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. LF-ലൊരു സ്വീകരണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ ആദ്യമേ അതിന് ഞാൻ ഡേറ്റ് ഞാനത് സന്തോഷത്തോടു കൂടി ഞാനത് സ്വീകരിക്കുകയായിരുന്നു. നിങ്ങൾ പറഞ്ഞ എല്ലാ നല്ല വാക്കുകളും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. എന്തായാലും കണ്ണൂർ ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരു മലയോര ഗ്രാമത്തിൽ ജനിച്ച വളർന്ന ഞാൻ പിന്നീട് എറണാകുളത്തുകാരനായി ഇവിടെ അങ്കമാലിയിൽ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അന്ന് തന്നെ വലിയ പരിചയം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടിയും എന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും മികച്ച ഒരു വിജയം 2016 നൽകുകയും അതിനുശേഷം അത് 2021 ആവർത്തിക്കുകയും ഇപ്പോൾ 2026 ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനപ്പുറത്തുള്ള ഒരു വിജയം, ഏകദേശം 37,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അങ്കമാലിക്കാര് 3ാം തവണയും വിജയിപ്പിച്ചു എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരം തന്നെയാണ്. അപ്പോൾ ആ സ്നേഹം അല്ലെങ്കിൽ ആ കടപ്പാട് എന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ ഏതൊക്കെ സ്ഥാനമാനങ്ങളിൽ എത്തിയാലും, ഞാൻ ഇപ്പോൾ MLA ആയാലും മന്ത്രിയായാലും ഇനി ഏത് സ്ഥാനത്ത് വന്നാലും അതൊക്കെ ഞാൻ ആ സ്ഥാനത്തിൻ്റെ എന്താ പറയുക, ഒരു പദവിയുടെ അംഗീകാരം എന്നതിനപ്പുറത്ത് നമ്മളെപ്പോഴും ഒരു സാധാരണക്കാരനായി നിലനിൽക്കുവാനായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ കാര്യത്തിലായാലും മണ്ഡലത്തിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ LF ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള ഏത് കാര്യങ്ങളിലായാലും സാധ്യമായ ഇടപെടലുകളൊക്കെ നടത്താൻ എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഒത്തിരിയേറെ അല്ലെങ്കിൽ സമഗ്രമായ സമൂലമായ മാറ്റം ആവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നാട് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു മേഖല ഒക്കെയാണ്. ഇപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ചലഞ്ചുമാണ്, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വകുപ്പാണിത്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എൻ്റെ അടുത്ത് വകുപ്പ് ലൊക്കേഷനും എന്നെ വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഹയർ എഡ്യൂക്കേഷനാണ് റോജിക്ക് വച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വകുപ്പാണ്, അത് റോജിക്ക് അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാൻ റോജിക്ക് കഴിയും, അത് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ അടുത്ത് ഇത് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പായിരിക്കുമെന്ന ചിന്തയൊന്നും എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നില്ല. മന്ത്രിയാകും എന്നുള്ള കണക്കൂട്ടലൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു യോഗത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് വോട്ട് ചോദിച്ച ആളുകളുടെ അടുത്ത് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞത് വോട്ട് ചെയ്യാനല്ല, മന്ത്രിയായിട്ട് വരണം എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഒത്തിരിയേറെ ആളുകളുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പോലും അറിയാത്ത നിരവധി ആളുകളുടെ പ്രാർത്ഥനയും എന്താ പറയുക സഹായവും ഒക്കെ അതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വകുപ്പിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രതീക്ഷകൾ എല്ലാവരിലും ഉണ്ട് എന്നറിയാം. അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് തുയരാനായിട്ടുള്ള എല്ലാ പരിശ്രമവും ഉണ്ടാകും എന്ന് ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നത് ഞാൻ എപ്പോഴും മനസ്സിൽ കരുതുന്ന ഒരു കാര്യം, നമ്മൾ ഏത് സ്ഥാനത്തെത്തിയാലും അതൊക്കെ ജനങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ഒരു അംഗീകാരമാണ്, അല്ലെങ്കിൽ ജനങ്ങൾ നമുക്ക് ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്ഥാനത്തേക്ക് കടന്നു വരാനായിട്ട് കാരണമായത് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ പിന്തുണയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതെന്നും ഞാൻ മനസ്സിൽ കാത്തു സൂക്ഷിക്കും. തുടർന്നും അത് ആ നിലയിൽ തന്നെ എന്നും ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞ പോലെ ഏത് സ്ഥാനത്ത് എത്തിച്ചേർന്നാലും ഞാൻ ഒരു സാധാരണക്കാരനായി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് തുടർന്ന് നമ്മുടെ നാടിൻ്റെ വലുതും ചെറുതുമായിട്ടുള്ള ഏതൊരു കാര്യത്തിനും വലിപ്പച്ചെറുപ്പമൊന്നും നോക്കാതെ, അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയമോ ജാതി മതമോ ചിന്തകളോ ഒന്നും നോക്കാതെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് എന്നും ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. ഇവിടെ വീണ്ടും ഇങ്ങനൊരു സ്വീകരണ പരിപാടി നൽകിയതിൽ വളരെ ഹൃദ്യമായ വാക്കുകൾക്ക്
ഇത്ര വളരെ ഗംഭീരമായ ഒരു പരിപാടി സംഘടിപ്പിക്കുവാനായിട്ട് തയ്യാറായതിന് എല്ലാ ആശുപത്രിയോടും ഡയറക്ടർ അച്ഛനോടും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് വൈദികരെ ഇവിടെ ഈ എല്ലാ കുടുംബത്തോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലായാലും ഏത് പരിപാടിയിലായാലും ഒക്കെ എൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ എൻ്റെ സാധ്യമായിട്ടുള്ള എല്ലാ ഇടപെടലും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും സഹകരണവും ഒക്കെ തുടർന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളിവിടെ നൽകിയ ഈ സ്വീകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം.